മഞ്ഞുകളാൽ നിറഞ്ഞ അടുത്തൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒമാന്റെ ബോർഡർ കഴിഞ്ഞ് യമനിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളും പോകുന്ന വഴിക്കത്തെ കാഴ്ചകളെല്ലാം നമുക്ക് ഒരുമിച്ച് കണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് റോഡിന്റെ ഒരു സൈഡ് ഫുള്ള് മലകളാണ്. ആ മലകൾ കഴിഞ്ഞിട്ട് അതിന്റെ സൈഡിലോട്ട് ചേർന്ന റോഡ്, അതിന്റെ അപ്പുറത്ത് കടല്. നല്ലൊരു വ്യൂ ആട്ടോ അത് കാണാൻ. ഇങ്ങനെ പോകുന്ന വഴി കൂടെയൊക്കെ നമുക്ക് ഒട്ടകങ്ങളെ കാണാൻ പറ്റും കേട്ടോ. കൂട്ടമായിട്ടും ഒറ്റയ്ക്കൊക്കെ പോകുന്നത് കാണാം. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് സാമാന്യം കുറച്ച് ദൂരം ഉണ്ട്. ഈ കാണുന്നൊരു ചുരമാണ്. ഈ ചുരം മൊത്തം നമ്മൾ ആദ്യം താഴത്തേക്ക് ഇറങ്ങണം, പിന്നെ അതേപടി മുകളിലേക്ക് കയറണം. ഞങ്ങളുടെ ചെവിയൊക്കെ ശരിക്കും അടഞ്ഞായിരുന്നു, മൊത്തം അടഞ്ഞു കെട്ടിയായിരുന്നു. പിന്നെ ചുരം കയറി മുകളിലേക്ക് എത്തിയപ്പോഴേക്കും വീണ്ടും തുറന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ വ്യൂ നന്നായിട്ട് കാണാൻ പറ്റുമോ എന്ന് ശരിക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അതുപോലെ മഞ്ഞ് കെട്ടി കിടക്കുമായിരുന്നു. അപ്പം അങ്ങനെ മഞ്ഞുള്ള സമയത്ത് നമ്മൾ താഴത്തേക്ക് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ. ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ചെക്ക് പോസ്റ്റ്. ഇവിടെ പട്ടാളക്കാർ നമ്മുടെ എല്ലാവരുടെയും വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് നമ്മുടെ ID ഒക്കെ ചെക്ക് ചെയ്യും. എന്നിട്ടാട്ടോ അവർ കടത്തി വിടുന്നപ്പോഴത്തേക്ക്. അത്ഭുതം എന്ന് തന്നെ പറയണല്ലോ. ഒമാന്റെ ബോർഡർ കഴിഞ്ഞപ്പോഴേക്കും ക്ലൈമറ്റ് ഒക്കെ കുറച്ച് മാറി, കുറച്ച് സൂര്യനെയൊക്കെ കണ്ടു തുടങ്ങി, കുറച്ച് ക്ലിയർ ആയി ആകാശമൊക്കെ. ഇതും കൂടി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായി എന്തായാലും ഞങ്ങൾക്ക് വ്യൂ പോയിന്റ് കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ആ ഒരു സന്തോഷം ഒരുപാട് നേരമൊന്നും നീണ്ടുന്നില്ല. അപ്പോഴേക്കും പെട്ടെന്ന് ക്ലൈമറ്റ് മാറി. ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. പെട്ടെന്ന് സൂര്യൻ വരും, ആകാശമൊക്കെ ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ ഓർക്കും എല്ലാം സെറ്റായെന്ന്. പക്ഷെ പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് മാറും. കുറച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് മഞ്ഞ് വരും, ഒന്നും കാണാൻ പറ്റാതെയാവും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമുക്ക് വ്യൂ പോയിന്റ് കാണാൻ പറ്റുമെന്ന്. ആ ഉണ്ടായിരുന്ന പ്രതീക്ഷ ഇതോടുകൂടി എല്ലാം പോയി. അങ്ങനെ ഫൈനലി ഞങ്ങൾ സ്പോട്ടിൽ എത്തിയിട്ടോ. ഇതാണ് കാണുന്ന അവസ്ഥ. അങ്ങനെ ഞങ്ങൾ ഈ പോയിന്റിൽ എത്തിയേക്കാണ്. ഭയങ്കര മഞ്ഞ് കയറി കിടക്കുന്നതുകൊണ്ട് ശരിക്കും ക്ലിയർ ആയിട്ടൊന്നും കാണത്തില്ല. ബട്ട് എന്നാലും ഒന്ന് പോയി നോക്കട്ടെ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും കാണാൻ പറ്റുമോ. കുറച്ച് കഴിയുമ്പോൾ ക്ലൈമറ്റ് മാറുമായിരിക്കും, പ്രതീക്ഷിക്കാം. ഇവിടെ നിന്ന് കടല്, ഈ മോളിൽ നോക്കിയാൽ കടലാണ് കാണാൻ. താഴോട്ട് വലിയ കൊക്കയ്ക്കകത്ത് കടല് കാണാം. ഓക്കെ, എന്നാ കടല് കാണാൻ പറ്റുമോ നോക്കാം. ചേട്ടാക്ക് എന്താ തോന്നുന്നത്, മഞ്ഞിൽ കൂടെ കാണാൻ പറ്റുമോ? ഞങ്ങൾ എങ്ങനെയും കണ്ടുപിടിക്കൂല അല്ലേ. താഴെ ഫുള്ള് കടലാണ്. അതിപ്പോ ഞാൻ കാണിച്ചു തരാം കടൽ എങ്ങനെയാന്ന്. കാണുന്നതാണ് കടല്. ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മള് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ മഞ്ഞ് മാത്രം, മഞ്ഞ് മൂടി കിടക്കുന്ന കടല്. വെറും താഴത്തേക്ക് എന്താന്ന് പോലും അറിയത്തില്ല. അതേ നോക്കി ഫുള്ളിങ്ങനെ മൊത്തം ഫോഗ്. ചേട്ടായി ഫുൾ മഞ്ഞായി പോയല്ലോ, എന്തോ ചെയ്യും? എന്താണ് പറഞ്ഞത് ടൂർ ഗൈഡ്? ഇതിനപ്പുറത്തെ വ്യൂ എന്തായിരുന്നു എന്ന് ഇപ്പൊ നമ്മുടെ ഗൈഡ് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇത് കണ്ടോ? ഓ, ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു കടല്. ആ ഓക്കെ. നമ്മൾ നിൽക്കുന്ന ഈ ഭയങ്കര ഹൈറ്റില്ല. ഓക്കെ, താഴത്തേക്ക് നോക്കുമ്പോ ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. കാണാൻ പറ്റും. ആ ഓക്കെ, ഇപ്പൊ എല്ലാരും കണ്ടോളൂ. ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ് കേട്ടോ. ഇതായിരുന്നു. റെഡ് കളറാണ് ഇതിന്. അല്ലെങ്കിൽ തന്നെ പുറത്തൊരു കൂനായിരുന്നു. തെറ്റിച്ച് കാണിക്കണ്ട, പൊക്കോ. ഹലോ, താങ്കൾക്ക് എണീറ്റ് നിക്കാം, പൊക്കോ ഇല്ല, അവിടെ നിന്നോ. ആ വീടില്ല, പതുക്കെ പോണേ. ഈ ഒരു വലിയ പാറക്കെട്ട് അവർ തുരന്ന് ഇങ്ങനെ നടക്കാൻ വേണ്ടിയുള്ള വഴിയാക്കിയേക്കുവാണ് അതിൻ്റെ അടി കൂടെ. പാത്തമ്മ പറഞ്ഞത് നേരത്തെ ഇവിടെ ഫുള്ള് കല്ലായിരുന്നു, ഇപ്പോഴാണ് റീസെൻ്റ്ലി ആണ് ഇത് പണിതെന്നാണേ. ഓക്കെ, രണ്ടാമത്തെ ദിവസവും ചോക്ലേറ്റ് എങ്ങനെയുണ്ട്? പൊള്ളിപ്പോയി. എമ്മി അല്ല, പൊള്ളിപ്പോയി, അങ്ങനെയല്ലേ? പാത്തമ്മയോ? അങ്ങനെ ഞങ്ങൾ ആ മിസ്സായ വ്യൂ മൊബൈലിൽ കണ്ട് അതിന് ക്ഷീണം മാറ്റാൻ വേണ്ടി നല്ല ചൂട് ഫുഡും അതുപോലെ തന്നെ തണുത്ത ഐസ്ക്രീമൊക്കെ കഴിച്ച് അടുത്തൊരു ഡെസ്റ്റിനേഷൻ പോയിന്റ് തപ്പിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.